വീട് വയ്ക്കുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. കൃത്യമായൊരു പ്ലാൻ, ആ പ്ലാനിൽ നിന്നും ഒട്ടും മാറാത്തൊരു നിർമ്മാണ രീതി, മെറ്റീരിയൽസിൻ്റെ സെലക്ഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ടവയാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള അസീഫിൻ്റെയും ജിസ്നിയുടെയും ഈമാൻ എന്ന ഈ വീടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. സ്വന്തമായൊരു വീടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്വന്തമായി ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു വീടായിരിക്കണം എന്നൊരു പ്രത്യേകത അതിന് കൊടുക്കണമെന്ന് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് എന്നുള്ളൊരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും മാറി ചിന്തിച്ചിട്ടില്ല. യൂറോപ്യൻ കൺസെപ്റ്റ് തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ. പലരും പലതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ കൂടിയും ഞങ്ങളുടെ ഇഷ്ടം അത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല വീടുകൾ പോയി കണ്ടു. ഞങ്ങൾക്ക് അതിലൊന്നും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല ഉയരത്തിലുള്ള പക്ക യൂറോപ്യൻ ആയിരിക്കണം എന്നുള്ളത്. അത് പോർച്ച് ഇങ്ങനെ വിട്ട് നിൽക്കണം, 2 സിറ്റ് ഔട്ട് വേണം, ഗാർഡൻ ഇങ്ങനെയായിരിക്കണം, ഗേറ്റിൻ്റെത് എല്ലാത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് തൃപ്തിയായിട്ടൊരു പ്ലാൻ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെയുള്ളൊരു വീട് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ലാസ്റ്റ്. കംപ്ലീറ്റ്ലി യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിച്ചൊരു വീടാണിത്. നമുക്കിതിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെയധികം തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഒരു വീടാണിത്. അതിന് കാരണം യൂറോപ്യൻ സ്റ്റൈലിൽ തന്നെ വളരെ ഉയരം കൂടിയ സൈഡ് സ്ലോപ്പ് റൂഫുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് സൺ ലൂവേഴ്സും അതുപോലെ തന്നെ സ്ലിറ്റ് വിൻഡോസും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഈ വീടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കോമ്പൗണ്ട് വാളിലും അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോമ്പൗണ്ട് വാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ അതിന് 2 ആക്സസുകളാണുള്ളത്. അതായത് വാഹനങ്ങൾക്കൊക്കെ കയറി വരാൻ പാകത്തിനുള്ള വലിയൊരു മെയിൻ ഗേറ്റും അതിന് തൊട്ടടുത്തായി നമുക്ക് ആൾക്കാർക്കൊക്കെ കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഗേറ്റും കൊടുത്തിരിക്കുന്നു. അതിനൊന്നുകൂടി ഭംഗി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഗ്രീനറി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ അധികം പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു ഗാർഡനാണ് ഈ വീടിനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ വളരെയധികം ബോൺസായി ഫ്ലവേഴ്സ് വെച്ച് പിടിപ്പിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ഗാർഡനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട്. കൂടാതെ ഈ ഗാർഡൻ പാവ് ചെയ്തിരിക്കുന്നത് കരിങ്കല്ല് യൂസ് ചെയ്തിട്ടാണ്. അവിടെ പോലും ഒരു ഗ്രീനറി നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഗ്രാസ് റൂട്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കരിങ്കൽ പാതയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വീടിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ ഒരു നാരോ കരിങ്കൽ പാത്വേയും വീടിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗാർഡൻ്റെ ഒരു റൈറ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു സ്വിംഗ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഈ വീടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ വൈറ്റ് കളറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ പറയുമ്പം ഈ ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഗ്രീനറി കാണാൻ പറ്റാത്ത ഒരു സ്ഥലം പോലും ഇല്ലെന്ന് പറയാം. പ്രത്യേകതയാണ് ഇതിൻ്റെ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൽ നിന്ന് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ്. എന്നാൽ ഒരു ചെറിയൊരു റൂഫിംഗ് കൊടുത്തിട്ട് ഈ വീടും പോർച്ചും തമ്മിലൊരു കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇത് കാരണം നമുക്ക് മഴയത്തൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പോർച്ചിൽ നിന്ന് കാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നനയാതെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നതാണ്. കൂടാതെ ഈ പോർച്ചിൽ നിന്ന് വീട്ടിലേക്കുള്ള ഒരു വഴി കരിങ്കല്ല് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുമുണ്ട്.
കുറച്ച് ഞങ്ങൾക്ക് വിട്ടു നിൽക്കണം എന്നുള്ളത്. അപ്പോൾ റോഡിനോട് കുറച്ച് അടുക്കില്ല എന്നൊക്കെ ഒരു ഇത് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾ സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് ഞങ്ങളത് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കതിൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ ഞാനും എൻ്റെ വൈഫും കൂടിയാണ് അതിൽ കൂടുതലും എല്ലാ കാര്യങ്ങളും നോക്കിയത്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. അപ്പം ഉൾഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. നമുക്ക് ഓരോ ഭാഗങ്ങളായി കണ്ടു നോക്കാം. ഗസ്റ്റ് റൂമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഈ വാളിൽ കാണുന്ന ക്ലോക്കാണ്. സാധാരണ ക്ലോക്കിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഈ വാളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്ലോക്കാണിത്. ഈ ഒരു ഗസ്റ്റ് റൂമിനെയും ലിവിംഗ് റൂമിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു സർക്കിൾ ഡിസൈനിലുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ എന്ന് പറയുമ്പം ഗസ്റ്റ് റൂമെന്നും ലിവിംഗ് റൂമെന്നും ഒരുപോലെ വിസിബിൾ ആണ്. അതുപോലെ തന്നെ ഈ രണ്ട് റൂംസിനും ഒരേപോലെ അട്രാക്ഷൻ കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയുമാണ്. വീട് മൊത്തം പ്യൂർ വൈറ്റ് ആയിരിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ. തുടക്കം മുതലേ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ ആവണം, അതിൽ നിന്ന് മാറ്റം ഉണ്ടാവരുത് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഓരോന്ന് പർച്ചേസ് ചെയ്തപ്പോഴും ഞങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ടൈല്, വോളുകളെല്ലാം വൈറ്റ്, മറ്റുള്ള സംഭവങ്ങളെല്ലാം കളർഫുള്ളാക്കാം എന്നുള്ള 2 കളേഴ്സാണ് ഇവിടെ ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളതാകെ. ഒന്ന് വൈറ്റ്, ഒന്ന് കോഫി, അങ്ങനെ 2 കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് അതിൽ നിന്നൊക്കെ ഞങ്ങൾ വ്യതിചലിച്ചു. ഇപ്പോൾ സെറ്റി, ഡൈനിങ് ടേബിളൊക്കെ പ്യൂർ വൈറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പിന്നീട് അത് കുറേ ചിന്തിച്ചപ്പോൾ അത് ഒന്ന് മാറി ചിന്തിച്ചു, ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചു. അങ്ങനെയാണ് ഇങ്ങനൊരു കോമ്പിനേഷൻ വന്നത്. ഗസ്റ്റ് റൂമിലും അതുപോലെ തന്നെ ഈ വീട് മുഴുവനായിട്ടും നമുക്ക് ഒരുപാട് ഷോപ്പ് പീസസും അതുപോലെ തന്നെ ഒരുപാട് ഹാങ്ങിങ് ലൈറ്റ്സും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റംസ് ആണ്. അതൊക്കെ തരുന്ന ഒരു അട്രാക്ഷൻ ഈ വീടിന് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് കൊടുക്കുന്നത്. ലിവിംഗ് റൂമിനെയും ഡൈനിങ് റൂമിനെയും കണക്ട് ചെയ്യുന്നത് ഒരു എൽ ഷേപ്പിലാണ്. നമുക്കിവിടെ ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഫേർണിച്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഈ വീടിൻ്റെ ഓണേഴ്സ് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അത് ഈ വീടിന് കൊടുക്കുന്ന ഒരു ലുക്ക് തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് റൂമിൽ ഒരു വുഡൻ ഫിനിഷിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഷോക്കേസ് കാണാൻ പറ്റും. ഈ വീടിൻ്റെ ഓണേഴ്സ് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതിൽ ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും പല പല സ്ഥലങ്ങളിലായിരുന്നു കളക്ട് ചെയ്തിട്ട് ഷോ പീസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഈ ഡൈനിങ് റൂമിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഞാനും വൈഫും തന്നെയാണ് A to Z ഇത് ചെയ്തത്. ഒന്നും ഒരാളുടെ ഇതുമില്ല, ഒരു ഒപ്പീനിയനോ കാര്യങ്ങളോ ഒന്നുമില്ല. പലതും ചെയ്തപ്പോഴും പലരും പറഞ്ഞു അത് നന്നാവുമോ, ഇത് കുറച്ച് ഓവറായില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞങ്ങൾ അതിൽ ഉറച്ചു നിന്നിട്ട് ഞങ്ങളതിന് പൂർണ്ണ 100% ഞങ്ങൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാ പിക്ചേഴ്സുകളും ഞങ്ങൾ കാർപ്പൻ്റർ വെച്ചിട്ട് കാർപ്പൻ്റർക്ക് കൊടുത്തതിന് ശേഷം കാർപ്പൻ്റർ ഞങ്ങൾ ഇതെല്ലാം വാങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓടിക്കൂട്ടി നമ്മളുടേതായ ഒരു ഇതിന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മിക്ക ദിവസവും ട്രാവൽ തന്നെയായിരുന്നു ഓരോ സാധനങ്ങൾ വാങ്ങാനും അതിനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ ഓരോ ബെഡ്റൂമുകളും ഡൈനിങ് ഹാളും കിച്ചൺ എല്ലാം ഞങ്ങൾ തന്നെയാണ് അതിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. പുറത്തുനിന്ന് ഒരു കൈയടത്തലുകളും ഇല്ല. അത് കിച്ചൻ്റെ പൂർണ്ണമായിട്ട് ചെയ്തത് വൈഫാണ്. എല്ലാ കാര്യങ്ങളും വൈഫിന് വിട്ടുകൊടുത്തു. ലിവിങ് റൂം ഡൈനിങ് ഹാൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും ഞാൻ തന്നെയാണ് ചെയ്തത്, ഡിസൈൻ ചെയ്തത്.